കേരള രാഷ്ട്രീയത്തിൽ താരപ്പൊലിമയുള്ള പോരാട്ടങ്ങൾ എന്നും ചർച്ചയാകാറുണ്ട്. എന്നാൽ ഇത്തവണ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടി എത്തുമ്പോൾ അത് കേവലം ഒരു സിനിമാ താരത്തിന്റെ കടന്നുവരവല്ല, മറിച്ച് വ്യക്തമായ രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള ഒരു പൊതുപ്രവർത്തകന്റെ വരവായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയ പിഷാരടി പാലക്കാടിന്റെ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. താൻ പാലക്കാട്ടുകാരനാണെന്ന ബോധ്യത്തോടെയാണ് പിഷാരടി പ്രചാരണത്തിനിറങ്ങുന്നത്. പലർക്കും പിഷാരടി ഒരു തൃപ്പൂണിത്തറക്കാരനായാണ് അറിയാവുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ വേരുകൾ പാലക്കാടാണ്. കൂടൽമന്ദത്താണ് തന്റെ അമ്മയുടെ നാടെന്നും പിതാവിന് ജോലി സംബന്ധമായി വെള്ളൂരിലേക്ക് മാറേണ്ടി വന്നതുകൊണ്ടാണ് താൻ എറണാകുളത്ത് താമസമാക്കിയതെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. തന്റെ ജന്മനാട്ടിൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമായാണ് അദ്ദേഹം കാണുന്നത്. ഈ ആത്മബന്ധം വോട്ടർമാരിലേക്ക് എത്തിക്കാൻ പിഷാരടിക്ക് സാധിക്കുമെന്നാണ് UDF ക്യാമ്പ് വിശ്വസിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഉണ്ടാക്കിയ സ്വാധീനം വളരെ വലുതാണ്. ഇരുവരും MLA-മാരെന്ന നിലയിൽ പാലക്കാട് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നത് പിഷാരടി അവകാശപ്പെടുന്നു. ഷാഫി പറമ്പിൽ തുടങ്ങി വെച്ചതും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർന്നതുമായ വികസന പ്രവർത്തനങ്ങളുടെ പിന്തുടർച്ചയായിരിക്കും തന്റെ ദൗത്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നടപ്പിലാക്കിയ കാരുണ്യ പ്രവർത്തനങ്ങളെ പിഷാരടി എടുത്തു പറഞ്ഞു. രാഹുൽ 13 വീടുകൾ പാവപ്പെട്ടവർക്കായി വെച്ചുകൊടുത്തു. 10ഓളം വീടുകളുടെ നിർമ്മാണം പാതി വഴിയിൽ നിൽക്കുന്നുണ്ട്. ഇത്തരം നല്ല കാര്യങ്ങളെ പിന്തുണയ്ക്കുകയും അവ പൂർത്തിയാക്കുകയും ചെയ്യുക എന്നത് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ രാഹുലിനെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും മാറ്റിയത് കോൺഗ്രസിന്റെ ധാർമ്മികതയുടെ അടയാളമാണെന്നും പിഷാരടി കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയത്തിൽ വിവാദങ്ങൾ സ്വാഭാവികമാണെന്നും അന്തിമമായ തീരുമാനം ജനങ്ങളാണ് എടുക്കുന്നതെന്നും പിഷാരടി നിരീക്ഷിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കോടതിയുടെ തീരുമാനം എന്തായാലും അത് അദ്ദേഹം തന്നെ നേരിടേണ്ടി വരും. എന്നാൽ ഒരു സുഹൃത്തും സഹപ്രവർത്തകനും എന്ന നിലയിൽ താൻ രാഹുലിനെ വിളിച്ചിരുന്നുവെന്നും പിന്തുണ അറിയിച്ചിരുന്നുവെന്നും പിഷാരടി പറഞ്ഞു. സ്ഥാനാർത്ഥിത്വം ഉറപ്പായതോടെ പാലക്കാട്ടെ പഴയ MLA-മാരുടെ പ്രവർത്തനങ്ങൾ മാതൃകയാക്കി മുന്നോട്ട് പോകാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. തന്റെ സിനിമാ ജീവിതത്തിലെ വലിയ ജ്യേഷ്ഠ സഹോദരനായ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കണ്ട അനുഗ്രഹം വാങ്ങിയാണ് പിഷാരടി പാലക്കാട്ടേക്ക് വരുന്നത്. മമ്മൂട്ടിയുമായി ദിവസവും രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ തനിക്ക് വലിയ കരുത്താണെന്നും പിഷാരടി വെളിപ്പെടുത്തി. താൻ ജയിച്ചാൽ മമ്മൂട്ടിയെ പാലക്കാട് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ തന്റെ സഹപ്രവർത്തകരായ സിനിമാ താരങ്ങളെ ആരെയും നിർബന്ധിച്ച് പ്രചാരണത്തിന് കൊണ്ടുവരില്ലെന്ന ഉറച്ച നിലപാടും അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. രാഷ്ട്രീയം ഗൗരവകരമായ ഒരു ദൗത്യമാണെന്നും അത് താലപ്പൊലിമയേക്കാൾ ഉപരി ജനങ്ങളുമായുള്ള ആശയവിനിമയമാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. പാലക്കാട് മണ്ഡലത്തിൽ BJP ആണ് തന്റെ പ്രധാന എതിരാളി എന്ന് പിഷാരടി തിരിച്ചറിയുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പാലക്കാട് നഗരസഭയിലടക്കം BJP ഉണ്ടാക്കിയ മുന്നേറ്റം കോൺഗ്രസിന് വലിയ വെല്ലുവിളിയാണ്. എന്നാൽ മതേതരത്വത്തിലും വികസനത്തിലും വിശ്വസിക്കുന്ന പാലക്കാട്ടെ വോട്ടർമാർ UDF-നെ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസവും അദ്ദേഹത്തിനുണ്ട്. മുൻപ് പല ഉപതെരഞ്ഞെടുപ്പുകളിലും തന്റെ പേര് ഉയർന്നു വന്നിരുന്നെങ്കിലും അപ്പോഴൊന്നും മത്സരിക്കുന്നതിനെ കുറിച്ച് താൻ ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണ പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ അതൊരു വലിയ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുകയായിരുന്നു. ഷാഫി പറമ്പിലിന്റെ വ്യക്തിപ്രഭാവവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ യുവജന പിന്തുണയും പിഷാരടിക്ക് ഗുണകരമാകും. കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറത്ത് ജനകീയനായ ഒരു കലാകാരൻ എന്ന നിലയിൽ പിഷാരടിക്ക് ലഭിക്കുന്ന സ്വീകാര്യത വോട്ടായി മാറ്റാനാണ് UDF ശ്രമിക്കുന്നത്. പാലക്കാട്ടെ ഓരോ വോട്ടറെയും നേരിൽ കണ്ട് വികസനത്തിന്റെ തുടർച്ച ഉറപ്പാക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. രമേശ് പിഷാരടി എന്ന കലാകാരൻ ജനപ്രതിനിധിയായി മാറുമ്പോൾ പാലക്കാടിന് ലഭിക്കുന്നത് ഊർജ്ജസ്വലമായ ഒരു നായകനെ തന്നെയായിരിക്കും. ഷാഫിയും രാഹുലും പാകിയ വികസന അടിത്തറയിൽ പുതിയൊരു പാലക്കാട് പടുത്തുയർത്താൻ തനിക്ക് സാധിക്കുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. രാഷ്ട്രീയത്തിലെ അഴുക്കുചാലുകളെ കുറിച്ച് വ്യാകുലപ്പെടാതെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനാണ് തന്റെ തീരുമാനമെന്നും അദ്ദേഹം ആവർത്തിക്കുന്നു. മമ്മൂട്ടിയുടെ അനുഗ്രഹവും ജനങ്ങളുടെ സ്നേഹവും കൂട്ടിനുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ രമേശ് പിഷാരടി പാലക്കാട്ടെ തെരുവുകളിലേക്ക് ഇറങ്ങും. ചിരിപ്പിക്കാൻ മാത്രമല്ല, ജനങ്ങളുടെ കണ്ണുനീർ ഒപ്പാനും തനിക്ക് കഴിയുമെന്ന് തെളിയിക്കേണ്ട വലിയൊരു പോരാട്ടമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. പാലക്കാട്ടെ വോട്ടർമാർ പിഷാരടിയെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമോ എന്ന് വരും ദിവസങ്ങൾ വ്യക്തമാക്കും.